വ്യത്യസ്തമായ തീമുകൾ, മികവുറ്റ പ്രകടനങ്ങൾ, നിറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ. കലോത്സവത്തിൻ്റെ എല്ലാ ചേരുവകളും ചേരുംപടി ചേർന്ന വേദിയായി ഹയർ സെക്കൻഡറി നാടക മത്സരം. രാവിലെ മുതൽ ടാഗോർ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് വേദിയിലെത്തിയ നാടകങ്ങളും കാഴ്ചവെച്ചത്. കല എങ്ങനെ ഉത്സവമായി മാറുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഈ പ്രേക്ഷകരെ നമ്മളുടെ കുട്ടികൾ എത്രമാത്രം അർഹിക്കുന്നുണ്ടെന്ന് അവരുടെ കഴിവും പ്രയത്നങ്ങളും തന്നെ വ്യക്തമാക്കും. മാസങ്ങളോളം നീളുന്ന റിഹേഴ്സലിനൊടുവിലാണ് ഓരോ നാടകവും വേദിയിലെത്തുന്നത്. സെറ്റ് ഡിസൈനും മറ്റും വേണ്ട തയ്യാറെടുപ്പുകൾ വേറെ. ഇതിനു പുറമെയാണ് അപ്രതീക്ഷിതമായുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ. അത്തരമൊരു പ്രതിസന്ധിയാണ് തുറവൂർ തിരുമല ദേവസ്വം സ്കൂളിൻ്റെ സർക്കസ് എന്ന നാടകത്തിന് നേരിടേണ്ടി വന്നത്. കലോത്സവത്തിന് തൊട്ടുമുമ്പ് നാടകത്തിലെ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ട അമീഷ എന്ന വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ആ പരിമിതികളെ പോലും മറികടന്നാണ് അമീഷ വേദിയിലെത്തിയത്. പരിക്കുമൂലം ഇതേ ടീമിലെ മറ്റൊരു കഥാപാത്രത്തെ അവസാന നിമിഷം മാറ്റേണ്ടതായും വന്നു. അത് 18-ാം തീയതി ഒന്ന് തെന്നി വീണിട്ട് കൈ ഇതായി. ഇത്തിരി സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ നാടകം നമ്മൾ ചെയ്യണമെന്നും പറഞ്ഞ് വന്നാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് ഇത് വന്നാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്തു. ഇത് പാർവതി, അവളും ഞങ്ങളുടെ ഇതിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു പ്രിയംവദയായിട്ട്. പുള്ളിക്കാരി NSSൻ്റെ ക്യാമ്പിൽ പോയി. അന്നേരം ഒരു ചെറിയ കാലിനൊരു ഫ്രാക്ചർ പറ്റി. ലിഗമെൻ്റ് ഒട്ടും എനിക്ക് നടക്കാനും ഓടണ കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ ദേവ അതിന് 2-3 ദിവസം ആയുള്ളൂ. ഇപ്പോൾ ഇത് അത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചിട്ടാണ് ഇവള് ദേവനന്ദ ചെയ്തത് സ്റ്റേജിൽ. നാടകത്തിന് ആസ്വാദകർ കുറവാണെന്ന വാദത്തെ അപ്രസക്തമാക്കുന്നതായിരുന്നു നാടകവേദിയിലെ പ്രേക്ഷക തിരക്ക്. ആസ്വാദനത്തിനപ്പുറം ക്രിയാത്മകമായ അഭിപ്രായങ്ങളും അവർ പങ്കുവച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കോമ്പറ്റീഷന് വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കലോത്സവമായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം +2 കഴിഞ്ഞിട്ടും എല്ലാ കലോത്സവത്തിനും വരാറുണ്ട്. അന്തരത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അമ്മയുടെ കൂടെയാണ് വന്നത്. പിന്നെ ചെറുതിലൊക്കെ നാടകം കണ്ടിട്ടുണ്ട്. ഇപ്പം കണ്ട നാടകമൊക്കെ നല്ല രസമായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു. രാവിലെ മുതൽ നാടകം കാണുന്നുണ്ട്. നല്ലതായിരുന്നു. നല്ല കുട്ടികളെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഈ മൈക്സ് ഇങ്ങനെ തൂക്കിയിടുന്നതിൽ നിന്ന് മാറണം എന്നുള്ളതാണ്. കാരണം ഫുൾ ആ ഒരു പ്ലേയെ വളരെയധികം ഡൗൺ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത്. അവർ നാടക സംവിധായകർ വേറെയുണ്ട്. കുട്ടികളുടെ സ്വയം കഥ എഴുതി അവർ സംവിധാനം ചെയ്തുകൊണ്ടായിരിക്കുന്ന ഒരു നാടകം വരെ. എന്നാൽ മാത്രമേ അത് കുട്ടികളുടെ നാടകം എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുട്ടികൾക്കുള്ള സിലബസ് എന്ന് പറയുന്നത്, കരിക്കുലം എന്ന് പറയുന്നത്, അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരം തന്നെയാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് +2 ലെവലിലേക്ക് എത്തുമ്പോൾ സയൻസ് വിഭാഗം എടുത്ത കുട്ടികളെ ഈ കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് അവരെങ്ങനെയോ പല കുട്ടികളും ഇങ്ങനെ അകന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. മാനവികത എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ കുട്ടികളുടെ കലാ സാംസ്കാരിക പ്രവർത്തനവും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ്. കലോത്സവ നാടകവേദിയിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നത് ശാശ്വത താരവും തിയേറ്റർ ആർട്ടിസ്റ്റുമായ സന്തോഷ് കെ ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മളിവിടെ നാടകത്തിന് വരുന്നു. ഒരുപാട് കുട്ടികൾ നല്ല ഗംഭീരമായ നാടകങ്ങളായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഇത് കാണാനായിട്ട് വലിയൊരു പ്രേക്ഷകർ, അത് ഈ കലോത്സവത്തിൽ നിന്നല്ല എല്ലാ കലോത്സവത്തിലും നമുക്ക് കാണാം. ഈ നാടകം ഈ ഒരു കലോത്സവത്തിന് അപ്പുറത്തേക്ക് വളരേണ്ടതിൻ്റെ ഒരു ആവശ്യകത തോന്നുന്നു. തീർച്ചയായും. കാരണം നാടകം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ കേരള ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നാടകത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു അത് ലോകത്തിൽ എപ്പോഴും ഉണ്ട്. ഈ ഒരു തിങ്ങി നിറഞ്ഞിരിക്കുന്ന സദസ്സ് പോലും നോക്കും. ഇത് രാത്രി നാടകം തീരുന്നത് വരെ, ഈ മത്സരം എപ്പോഴാണോ തീരുന്നത് അതുവരെ ഈ ഹോള് നിറഞ്ഞു കവിയും. ഇവിടെ ഇരിക്കുന്നവരാരും തിരുവനന്തപുരക്കാരും മാത്രമല്ല, കാസർഗോഡ് മുതൽ കേരളത്തിൻ്റെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 5-ാം തീയതിയും 7-ാം തീയതിയോടുകൂടി ഈ നല്ല നാടകങ്ങൾ, അല്ലെ ഈ കുട്ടികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങളുമൊക്കെ ഇവിടെ അസ്തമിച്ചു പോവാണ്. ഇത് 1000 ആൾ മാത്രം കാണുന്നു, പിന്നീട് കാണുന്നത്. ഞാൻ പറഞ്ഞ അത്യാവശ്യം മികച്ച നാടകങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും, അല്ല അതാത് ജില്ലാ ഉള്ള സ്കൂളുകളിലെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടുകൊണ്ട് നാടകം കാണിക്കണം. പുതുതലമുറയുടെ സർഗാത്മകതയുടെ ആഴവും പ്രേക്ഷകരുടെ കലയോടുള്ള ആഭിമുഖ്യവുമാണ് സംസ്ഥാന കലോത്സവത്തിലെ നാടകവേദിയിൽ നമുക്ക് കാണാനാകുന്നത്. അത് കലോത്സവത്തിനപ്പുറത്തേക്ക് വളർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇവിടെ വ്യക്തമാകുന്നുണ്ട്.